ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിൽസൺ വർഗീസ് തന്നിത്തോട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. എന്നെ ഒരു നാളും കൈവിടില്ല എന്ന വാഗ്ദത്തമുണ്ടെനിക്ക്. എന്നെ ഒരു നാളും കൈവിടില്ല എന്ന വാഗ്ദത്തമുണ്ടെനിക്ക്. ഭയപ്പെടില്ല, ഭ്രമിക്കയില്ല, ഭയപ്പെടില്ല, ഭ്രമിക്കയില്ല. ഭാവിയോർത്തു ഞാൻ ഭാരപ്പെടില്ല, ഭാവിയോർത്തു ഞാൻ ഭാരപ്പെടില്ല. എൻ്റെ ആശ്രയമേശുവിലാം. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ആഹാബ് തൻ്റെ ഗൃഹവിചാരകനായ ഒബദ്യാവെ ആളയച്ചു വരുത്തി. ഒബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. ഈ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ഇസ്രായേലിൻ്റെ പാപം നിമിത്തം ദേശത്ത് അതികഠിനമായ ക്ഷാമം വന്ന് പിടിപെട്ടിരിക്കുക. കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ദേശത്ത് അതികഠിനമായ ക്ഷാമം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് ഏലിയാവെ കൊല്ലുവാൻ തക്കവണ്ണം ആഹാവ് പല സ്ഥലങ്ങളിലും ആളയച്ചുവെങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏലിയാവ് ഭദ്രമായിരുന്നു. എന്നാൽ ഈ സമയത്ത് ദേശത്തിൻ്റെ ചില അവസ്ഥകളെ ഉറ്റുനോക്കുന്നതിന് വേണ്ടി ആഹാവ് തൻ്റെ ഗൃഹവിചാരകനായ ഒബദ്യാവെ ആളയച്ചു വരുത്തുകയാണ്. അതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അടുക്കൽ ചെന്ന് നോക്കുക എന്ന് പറഞ്ഞ് ആഹാവും ഏലിയാവും ഇരുവരും ഒരുമിച്ച് യാത്ര പുറപ്പെടുന്നു. അല്പം കഴിഞ്ഞ് അവർ 2 വഴിയായിട്ട് പിരിഞ്ഞു പോവുകയാണ്. ഇവിടെ ഈ ചരിത്രം നാം പഠിക്കുമ്പോൾ ഒബദ്യാവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു പ്രസ്താവന നമുക്കിവിടെ ചിന്തിക്കുവാൻ തക്കൊണ്ടും കഴിയും. 3-ാം വാക്യം നാം വായിച്ചതുപോലെ ഒബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു എന്ന് നാം വായിക്കുന്നു. പഴയ നിയമത്തിൽ കുറഞ്ഞത് 13 ഒബദ്യാവുമാരെ നമുക്ക് കാണാൻ തക്കൊണ്ടും കഴിയും. ഇവിടെ നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്ന ഈ ഒബദ്യാവ് ആഹാബിന്റെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. വിഗ്രഹ ആരാധികളുടെയും ദൈവശത്രുക്കളുടെയും ദുഷ്ടഹൃദയമുള്ളവരുടെയും മധ്യത്തിൽ ഏകനായി ഭക്തിയോടെ ജീവിച്ച് ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്ത ഈ ഒബദ്യാവ് എത്രത്തോളം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇദ്ദേഹത്തെ മരുഭൂമിയിലെ പന എന്നാണ് വേദപഠിതാക്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വഴിമധ്യേ ഏലിയാവുമായി കണ്ടുമുട്ടുമ്പോൾ തന്നെ ആഹാവ് ഏലിയാവോട് ഒരുപക്ഷെ പരിക്കനായി ഒക്കെ സംസാരിച്ചുവെങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാൻ കൊണ്ടും കഴിയുന്നു. ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം താൻ തന്നെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞാനോ ബാല്യം മുതൽ ദൈവഭക്തനായിരുന്നു എന്നുള്ളതാണ്. ബാല്യം മുതലേ താൻ ദൈവഭക്തനായിരുന്നു എന്നുള്ളതാണ്. ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ആഹാബിന്റെ കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ തന്നെയും ആഹാബിന്റെ ആ ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും ദൈവഭക്തിയോടുകൂടെ ജീവിക്കുവാനുള്ള മനസ്സ് ഇവിടെ ഒബദ്യാവ് കാണിച്ചു. ഏലിയാവോട് ഒബദ്യാവ് പറയുന്ന ഇങ്ങനെയാണ്, അടിയനോ ബാല്യം മുതൽ യഹോഭക്തനായിരുന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവ സാക്ഷ്യമാണ് നമുക്കിവിടെ കാണാൻ കൊണ്ടും കഴിയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ, ദൈവഭക്തരായ മാതാപിതാക്കളാൽ അവൻ വളർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ ഒരു തെളിവാണ്. ഒബദ്യാവ് എന്ന വാക്കിന് അർത്ഥം കർത്താവിന്റെ വേലക്കാരൻ, എ സെർവന്റ് ഓഫ് ദ ലോർഡ് എന്നാണ്. അപ്രകാരം ഒരു പേര് മകന് നൽകിയ ഈ മാതാപിതാക്കൾ തീർച്ചയായും ദൈവഭക്തരും ദൈവത്തോട് സ്നേഹമുള്ളവരും ആയിരുന്നിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ കാലഘട്ടങ്ങളിൽ ദൈവഭക്തിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. ഈ ദുഷ്ട നിറഞ്ഞ ലോകത്തിൽ ആഹാബിനെ പോലെയും ഇസബലിനെ പോലെയും അഭക്തിയുടെയും ദുഷ്ടതയുടെയും പര്യായപദമായ ഈ ലോകത്ത് ജീവിക്കപ്പെടുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നു എന്നുള്ളത് ശ്രേഷ്ഠമേറിയ കാര്യമാണ്. കർത്താവിൻ്റെ വലിയ കൃപ
ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട് ദൈവഭക്തിയിൽ ജീവിക്കപ്പെടുന്ന ഒരു പുതിയ തലമുറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറയാണ് ദൈവത്തിന് ആവശ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിൽ വളർത്തപ്പെടുന്നവരാണോ? എങ്കിൽ മാത്രമേ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ അവർ കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ തക്കൊണ്ടും കഴിയുള്ളൂ. അവർ ഏത് വിധത്തിൽ പഠിച്ച് വളരുന്നുവോ അതാണ് അവരുടെ ജീവിതത്തിൽ അവർ പിന്നീട് പ്രാവർത്തികമാക്കുന്നത്. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു തിരുവെഴുത്ത് നാം വായിക്കുന്നു. മാത്രമല്ല, തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യം നാം വായിക്കുന്ന ഇങ്ങനെയാണ്: നീയോ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്ന നിലനിൽക്കുക എന്ന് ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭക്തിയിൽ വളരുന്നുവോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒബദ്യാവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒബദ്യാവ് ദൈവഭക്തി സന്നിധിയിൽ നിലനിൽക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അടിയനോ ബാല്യം മുതൽ ഭക്തനായിരുന്നു എന്ന് നാം 18-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അടിയനോ ബാല്യം മുതൽ യഹോഭക്തൻ ആകുന്നു. കേവലം 1-2 ദിവസങ്ങൾ മാത്രമല്ല, തന്റെ യൗവനം കഴിഞ്ഞ് ഒരുപക്ഷെ ഒബദ്യാവ് ഒരു വാർദ്ധക്യത്തോടെടുക്കുന്ന മനുഷ്യനായിരിക്കാം. അപ്പോഴും ഒബദ്യാവ് പറയും കഴിയുന്നത്, ഇന്നലെ ഒരു ദിവസങ്ങൾ മാത്രമല്ല, നിസ്സാരമായ ചിലകൾ മാത്രമല്ല, ഞാനൊരു ദൈവഭക്തനായി തന്നെ ജീവിക്കുന്നു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായ സാക്ഷ്യമാണ്. എത്രയോ അനവധി ആളുകൾ തങ്ങളുടെ ബാല്യത്തിലെ ഭക്തിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ ദൈവത്തെ ത്യജിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കൊണ്ടും കഴിയുന്നത്. എന്നാൽ തൻ്റെ ജീവിതയാത്രയിലെല്ലാം ഒബദ്യാവ് ദൈവത്തെ സ്നേഹിച്ചു. അനേകർ ഇന്ന് ആത്മീയരായി വളർന്നു വന്ന അനേക യുവാക്കന്മാർ തങ്ങളുടെ ജോലിയുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ ഏകരായി താമസിക്കുമ്പോൾ, അവർ മാതാപിതാക്കളെ വിട്ട് വിദൂരങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ തങ്ങളുടെ വിശ്വാസ ജീവിതം ത്യജിച്ചു കളഞ്ഞതായ എത്രയോ അനവധി ആളുകളെ നമുക്ക് ഈ നാളുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒബദ്യാവിനെ കുറിച്ച് നാം വായിക്കുന്നത്, ഒബദ്യാവ് ഇപ്പോൾ ഏലിയാവിനോട് സാക്ഷ്യം പറയുകയാണ്, ഞാനോ ബാല്യം മുതൽ ദൈവഭക്തനായി ആകുന്നു എന്ന് ഓർപ്പിക്കുന്നു. ഒബദ്യാവിന്റെ ജീവിതത്തിൽ വളരെ ഭക്തിയോടെ ജീവിച്ച ആളുകൾ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും നാം ഭക്തിയോടെ ജീവിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹമാണ്. വിശ്വാസത്തിന്റെ പോരാട്ടവും ഓട്ടവും വിശ്വാസവും എല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ അത് കർത്താവിലുള്ള ഒരു ആശ്രയം ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ദൈവത്തിലുള്ള ആശ്രയമില്ലാതെ നമുക്ക് ലോകത്ത് ജീവിക്കാൻ തക്കൊണ്ടും കഴിയില്ല. ഒബദ്യാവാകട്ടെ ദൈവസനയിൽ വിശ്വസ്തയോടെ ജീവിച്ചു എന്നുള്ളതിന് ഒരു തെളിവ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒബദ്യാവ് രാജകൊട്ടാരത്തിലായിരിക്കുമ്പോഴും താന് ചെയ്തത് തൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഒബദ്യാവ് തൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇവിടെ നാം വായിക്കുന്നത്, ആഹാബും ഇസബേലും ദുഷ്ടതയുടെ പര്യായപദമായി നിലനിൽക്കുമ്പോൾ ഏലിയാവിനെയും യഹോവയുടെ പ്രവാചകന്മാരെയും കൊല്ലുവാൻ അവർ തുനിഞ്ഞിറങ്ങിയിരുന്ന സമയങ്ങൾ അനേക ഭക്തന്മാർ ഇസബേലിന്റെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഒബദ്യാവ് ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, അങ്ങനെയുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് ഒബദ്യാവ് രഹസ്യമായി ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഒളിപ്പിക്കുകയും അവർക്ക് അഭയം നൽകുകയും മാത്രമല്ല അവർക്ക് വേണ്ട ആ സഹായങ്ങൾ ചെയ്യുന്ന ഓരോ ഒബദ്യാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമുക്കിവിടെ ചിന്തിക്കാൻ കഴിയുന്നത്, ഏലിയാവ് കർമ്മേലിൽ ചെയ്തതിനേക്കാളും വലിയ ഒരു ധീരകൃത്യമാണ് ഒബദ്യാവിലൂടെ ചെയ്യുന്നത്. പ്രവാചകന്മാരെ കൊല്ലുന്ന ഇസബേലിന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ആഹാരം അവർക്ക് നൽകി അവരെ ആ പല സ്ഥലങ്ങളിൽ പാർപ്പിച്ച് ദൈവത്തിനോടുള്ള സ്നേഹം തൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിലൂടെ അവരെ പരിപാലിക്കുന്നതിലൂടെ സംരക്ഷിക്കുന്നതിലൂടെ ഒബദ്യാവ് വെളിപ്പെടുത്തുക. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ ഓർപ്പിക്കട്ടെ, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. ഒബദ്യാവ് ആഹാബിന്റെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെയും അവൻ ദൈവഭക്തനായി ജീവിപ്പാൻ നമ്മുടെയായിത്തീർന്നു. എത്ര ഭക്തന്മാരെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ചന്ദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ തുടങ്ങിയ അനേക ഭക്തന്മാർ അവർ ബാബിലോണിൽ മറ്റനേകർ അഭക്തിയുടെ അവസ്ഥയിൽ ജീവിക്കപ്പെടുമ്പോഴും ഭക്തിയോടെ ജീവിച്ച് ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയതായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയുന്നുണ്ട്. ഈ നാളുകളിൽ നാം ആയിരിക്കുന്ന കാലഘട്ടം നമുക്ക് യോഗ്യമായ ഒരു കാലഘട്ടമല്ല. എങ്കിലും നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളുടെ നടുവിൽ, ജോലിയുടെ നടുവിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട്
കർത്താവിന് വേണ്ടി ഭക്തിയോടെ നാം ജീവിക്കപ്പെടുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കതിനു മുന്നിൽ സാക്ഷ്യമായി ഒബദ്യാവ് നിൽക്കുകയാണ്. ഒബദ്യാവിന്റെ ഈ അവസ്ഥകളിലും ഒബദ്യാവ് ദൈവത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ചിന്തിക്കാം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞാൻ ദൈവത്തിനു മുമ്പാകെ ഞാൻ എങ്ങനെ ജീവിക്കുന്നുണ്ട്, എൻ്റെ ഭക്തി എങ്ങനെയാണ്, ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയാണ്. ആകയാൽ ഇന്ന് പകൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒബദ്യാവിനെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം നയിപ്പാൻ, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ആമേൻ. എന്റെ നാളുകൾ തീർന്നൊടുവിൽ എത്തും സ്വർഗീയ ഭവനമതിൽ. എന്റെ നാളുകൾ തീർന്നൊടുവിൽ എത്തും സ്വർഗീയ ഭവനമതിൽ. അന്ത്യം വരെയും കർത്തൻ വയലിൽ, അന്ത്യം വരെയും കർത്തൻ വയലിൽ. അധ്വാനിക്കും ഞാൻ വിശ്രമമെന്നേ, അധ്വാനിക്കും ഞാൻ വിശ്രമമെന്നേ. എൻ്റെ ആശ്രയമേശുവിലാം, എനിക്കെന്നുമെല്ലാം അവനാ. എൻ്റെ ആശ്രയമേശുവിലാം, എനിക്കെന്നുമെല്ലാം അവനാ. സന്താപത്തിലും എന്താപത്തിലും, സന്താപത്തിലും എന്താപത്തിലും സന്തതവുമെൻ സങ്കേതമവൻ, സന്തതവുമെൻ സങ്കേതമവൻ. എൻ്റെ ആശ്രയമേശുവിലാ.